ഹലോ, ഇന്നെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഡേ ആണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ലണ്ടനിൽ മീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ യൂണിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പല വഴിക്കായി ജോലിയൊക്കെ കിട്ടിയിട്ട്, ബട്ട് സ്റ്റിൽ ഞങ്ങളെല്ലാവരും കോൺടാക്ട് കീപ്പ് ചെയ്യാനും പറ്റുമ്പോഴൊക്കെ ഇതുപോലെ ചെറിയ മീറ്റപ്സ് നടത്താനൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഞാനും ആയിരുന്നു റീസെൻ്റ്ലി നോർത്തേൺ അയർലൻഡിലേക്ക് മൂവ് ചെയ്തതിന് ശേഷമാണ് ഇവരായിട്ടുള്ള ഫ്രീക്വൻറ്റ് മീറ്റപ്സ് കുറഞ്ഞത്. ബട്ട് സ്റ്റിൽ എപ്പോൾ കണ്ടാലും എല്ലാവരുമായിട്ടും പണ്ടത്തെ അതേ ബോണ്ട് തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് കഫേ ആയിട്ടുള്ള ലെറ്റോ കഫേയിലാണ്. അപ്പം ഞാൻ പൊതുവേ അത്ര ഡെസേർട്ട് ഫാനൊന്നുമല്ല, അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര മധുരമുള്ള സാധനങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല. ബട്ട് ഇവിടുത്തെ ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് കേക്ക് ഉണ്ടല്ലോ, നമ്മുടെ മിൽക്ക് കേക്ക്, അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം നല്ല കറക്റ്റ് ക്വാണ്ടിറ്റി ആയിരുന്നു, അത്ര ഭയങ്കര മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ചൈന ടൗണിലാണ്. അപ്പോഴേക്കും ലഞ്ചിന് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ അലഞ്ഞ് നടന്ന അവസാനം നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു, യങ്ചൻ എന്നായിരുന്നു പേര്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ബുഫേ ആണ്. അപ്പോൾ ഒരാൾക്ക് 15 pounds കൊടുത്താൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. കുറേ വെറൈറ്റി ഓഫ് ഡിഷസ് ഉണ്ടായിരുന്നു, പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും നല്ല വയർ നിറച്ച് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ലണ്ടനിലത്തെ തെരുവുകളിലൂടെ നടത്താൻ തുടങ്ങി. അപ്പോൾ അരുണാണെങ്കിൽ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ യോലെന്ന് പറഞ്ഞൊരു കടയിലാണ് കയറിയത്. പക്ഷേ ഇവിടെ ആരും പോയിരുന്നു, നല്ല കൂടുതൽ ടേസ്റ്റായിട്ടുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഒരു കംഫർട്ട് സോണിലിരിക്കുമ്പോൾ ടൈം പോണത് അറിയേയില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എല്ലാവർക്കും പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു, ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഗെയിൻ എല്ലാവരും പല വഴിക്ക്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.